സമീപകാല താഴ്ചയിൽ നിന്നും ഒരു പരിധിവരെ കരകയറിയ പ്രധാന ഓഹരി സൂചികകൾ കഴിഞ്ഞ 5 ദിവസമായി ചെറിയ ട്രേഡിംഗ് റേഞ്ചിനുള്ളിൽ തങ്ങി നിൽക്കുകയാണ്. സ്ഥിരതയാർജിക്കൽ ഘട്ടത്തിലാണെന്നോ കൺസോളിഡേഷൻ പാതയിൽ തുടരുകയാണെന്നും പറയാം. ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്ന ഈ ചെറിയ റേഞ്ചിനുള്ളിൽ നിന്നും ശക്തിയോടെ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ഭേദിക്കാൻ കഴിയാത്തിടത്തോളം ഓഹരി സൂചികൾ കൺസോളിഡേഷൻ പാതയിൽ തുടരാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ പുറത്തിറക്കിയ റിസർച്ച് റിപ്പോർട്ടുകളിൽ നിന്നും 200 രൂപയിൽ താഴെ വിപണി വിലയുള്ളതും ഹ്രസ്വകാലങ്ങളിലേക്ക് പരിഗണിക്കാവുന്നതുമായ 4 ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം. NTPC ഗ്രീൻ എനർജി പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ്. കഴിഞ്ഞ മാസമായിരുന്നു കമ്പനിയുടെ IPO നടപടികൾ പൂർത്തിയാക്കിയത്. തുടർന്ന് ഓഹരിയുടെ ലിസ്റ്റിംഗിൽ കാര്യമായ നേട്ടം ലഭിച്ചില്ലെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ നിക്ഷേപക പിന്തുണ ലഭിച്ചു. ഇതോടെ ഇഷ്യൂ വിലയേക്കാളും 36% വർധന കൈവരിക്കാനും സാധിച്ചു. വ്യാഴാഴ്ച രാവിലെ 145 രൂപ നിലവാരത്തിലാണ് NTPC ഗ്രീൻ ഓഹരികൾ വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഈ നിലവാരത്തിൽ നിന്നും ഓഹരിയിൽ ഹ്രസ്വകാലങ്ങളിലേക്കുള്ള നിക്ഷേപം പരിഗണിക്കാമെന്ന് മേത്ത ഇക്വിറ്റീസിലെ റിസർച്ച് അനലിസ്റ്റ് പ്രശാന്ത് തപ്സെ പറഞ്ഞു. സമീപ ഭാവിയിലേക്ക് NTPC ഗ്രീൻ ഓഹരിയുടെ വില 175 രൂപയിലേക്ക് വരെ മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന്റെ നിഗമനം. ഓഹരിയുടെ വിപണി വിലയേക്കാൾ 21% ഉയരെയാണ് ലക്ഷ്യവില നിർദ്ദേശിച്ചിരിക്കുന്നതെന്നും ശ്രദ്ധേയം. ഇപ്പോൾ NTPC ഗ്രീൻ ഓഹരി വാങ്ങുന്നവർ 129 രൂപ നിലവാരത്തിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും റിസർച്ച് അനലിസ്റ്റ് പ്രശാന്ത് തപ്സെ കൂട്ടിച്ചേർത്തു. ദേവയാനി ഇന്റർനാഷണൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് ശൃംഖലയും KFC, പിസ്സ ഹട്ട് ഉൾപ്പെടെയുള്ള ബ്രാൻഡ്സിൻ്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയുമാണ് ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ്. വ്യാഴാഴ്ച രാവിലെ 170 രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഈ നിലവാരത്തിൽ നിന്നും ദേവയാനി ഇന്റർനാഷണൽ ഓഹരിയിൽ ഹ്രസ്വകാലങ്ങളിലേക്കുള്ള നിക്ഷേപം പരിഗണിക്കാമെന്ന് ആനന്ദ് രാത്തി ഷെയർസിലെ ഇക്വിറ്റി റിസർച്ച് വിഭാഗം മുതിർന്ന അനലിസ്റ്റ് ജിഗർ എസ് പട്ടേൽ പറഞ്ഞു. സമീപ ഭാവിയിലേക്ക് ഈ ഓഹരിയുടെ വില 190 രൂപയിലേക്ക് ഉയരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന്റെ അനുമാനം. ഓഹരിയുടെ ദിവസ ചാർട്ടിൽ ബുള്ളിഷ് ഡൈവർജൻസോടെയുള്ള ട്രിപ്പിൾ ബോട്ടം പാറ്റേൺ ദൃശ്യമായ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനം. ഇപ്പോൾ ദേവയാനി ഇന്റർനാഷണൽ ഓഹരി വാങ്ങുന്നവർ 160 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും റിസർച്ച് അനലിസ്റ്റ് ജിഗർ എസ് പട്ടേൽ കൂട്ടിച്ചേർത്തു. ലെമൺ ട്രീ ഹോട്ടൽസ് രാജ്യത്തെ മൂന്നാമത്തെ വലിയ ഹോട്ടൽ ശൃംഖലയാണ് ലെമൺ ട്രീ ഹോട്ടൽസ് ലിമിറ്റഡ്. ഇടത്തരം വാടക നിരക്കിലുള്ള വിഭാഗത്തിൽ ഏറ്റവും വലിയ ഹോട്ടൽ കമ്പനിയുമാണത്. വ്യാഴാഴ്ച രാവിലെ 141 രൂപയിലാണ് ലെമൺ ട്രീ ഹോട്ടൽസ് ഓഹരിയുടെ വ്യാപാരം ആരംഭിച്ചത്. ഇവിടെ നിന്നും ഈ സ്മോൾ ക്യാപ്പ് ഓഹരി ഹ്രസ്വകാലങ്ങളിലേക്കുള്ള നിക്ഷേപം പരിഗണിക്കാമെന്ന് GEPL ക്യാപിറ്റലിന്റെ റിസർച്ച് വിഭാഗം തലവൻ വിജ്ഞാൻ എസ് സാവന്ത് പറഞ്ഞു. സമീപ ഭാവിയിലേക്ക് ലെമൺ ട്രീ ഹോട്ടൽസ് ഓഹരിയുടെ വില 163 രൂപയിലേക്ക് വരെ മുന്നേറാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന്റെ നിഗമനം. ഓഹരിയുടെ നിലവിലെ വിപണി വിലയേക്കാൾ 14% ഉയരെയാണ് ലക്ഷ്യവില നൽകിയിരിക്കുന്നതെന്നും ശ്രദ്ധേയം. അടുത്തിടെ നേരിട്ട തിരുത്തലിനൊടുവിൽ 100 വീക്ക് EMA നിലവാരത്തിൽ നിന്നും പിന്തുണ ആർജിച്ചാണ് ഓഹരി മുന്നേറുന്നത്. ഇപ്പോൾ ലെമൺ ട്രീ ഹോട്ടൽസ് ഓഹരി വാങ്ങുന്നവർ 130 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും റിസർച്ച് അനലിസ്റ്റ് വിജ്ഞാൻ എസ് സാവന്ത് പറഞ്ഞു. അലംബിക് ഫാർമസ്യൂട്ടിക്കൽ, റിയൽ എസ്റ്റേറ്റ്, ഊർജ്ജം തുടങ്ങിയ മേഖലയിൽ വ്യവസായ സംരംഭങ്ങളുള്ളവരാണ് അലംബിക് ലിമിറ്റഡ്. മുൻനിര കമ്പനികളിലൊന്നായ അലംബിക് ഫാർമയുടെ 30% ഓഹരി ഇതും സ്വന്തമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ 148 രൂപ നിലവാരത്തിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത്. ഈ നിലവാരത്തിൽ നിന്നും അലംബിക് ഓഹരിൽ ഹ്രസ്വകാലങ്ങളിലേക്കുള്ള നിക്ഷേപം പരിഗണിക്കാമെന്ന് SMC ഗ്ലോബൽ സെക്യൂരിറ്റീസിലെ മുതിർന്ന ടെക്നിക്കൽ അനലിസ്റ്റ് ഷിജിത് ഗാന്ധി പറഞ്ഞു. സമീപ ഭാവിയിലേക്ക് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ വില 175 രൂപയിലേക്ക് ഉയരാമെന്നാണ് ടെക്നിക്കൽ അനലിസ്റ്റിന്റെ അനുമാനം. ഓഹരിയുടെ ദിവസ ചാർട്ടിൽ അസെൻഡിംഗ് ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നുള്ള പുതിയ ബ്രേക്ക്ഔട്ട് ദൃശ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് നിഗമനം. ഇപ്പോൾ അലംബിക് ഓഹരി വാങ്ങുന്നവർ 130 രൂപയിൽ സ്റ്റോപ്പ് ലോസ് ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണമെന്നും റിസർച്ച് അനലിസ്റ്റ് ഷിജിത് ഗാന്ധി കൂട്ടിച്ചേർത്തു. ഡിസ്ക്ലെയിമർ: മേൽ സൂചിപ്പിച്ച ഓഹരികളെക്കുറിച്ചുള്ള വിവരം ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നൽകിയതാണ്. ഇതിൽ ടൈംസ് ഇന്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല. ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക. ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം തേടുകയോ സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.